ഹായ്. ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ പ്രൈമറി ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ ഒരു അടിപൊളി അവസരമുണ്ട്. ഡൽഹി സർവീസ് സെലക്ഷൻ ബോർഡാണ് ഈ അവസരം ഒരുക്കിയിരിക്കുന്നത്. അസിസ്റ്റന്റ് ടീച്ചർ പ്രൈമറി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. 2 ഡിപ്പാർട്ട്മെന്റ്സിലാണ് വേക്കൻസീസ് വരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ന്യൂ ഡൽഹി മുനിസിപ്പൽ കൗൺസിലാണ് വരുന്നത്. അപ്പം ജോബ് ശ്രദ്ധിക്കുക, ജോബ് ഡൽഹിയിലായിരിക്കും ഉണ്ടാവുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷനിൽ 1055 വേക്കൻസീസ് ആണ്. ന്യൂ ഡൽഹി മുനിസിപ്പൽ കൗൺസിലാണെങ്കിൽ 125 വേക്കൻസീസ് ആണ്. അങ്ങനെ ടോട്ടൽ 1180 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു എക്സാം, ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക, 16 ഒക്ടോബർ 2025 ആണ്. ആൻഡ് ഇതൊരു ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ്. പേ ലെവൽ 6 ആണ്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 30 വയസ്സാണ് പറയുന്നത്. 30 ഇയേഴ്സ് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ക്രൂഷ്യൽ ഡേറ്റ് 16 ഒക്ടോബർ ആണ്. സോ 16 ഒക്ടോബർ ആകുമ്പോഴേക്കും 30 വയസ്സ് കവിയാൻ പാടില്ല. അതിനകത്തുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം കൂടി വിശദമാക്കിയിട്ടുണ്ട്. അതേപോലെ SC/ST കാൻഡിഡേറ്റ്സിന് നിയമാനുസൃതമായ ഏജ് റിലാക്സേഷൻ അവൈലബിൾ ആണ്. OBC കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും 2 OBC ലിസ്റ്റുകളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൽഹി ഗവൺമെന്റിന്റെ OBC ലിസ്റ്റിൽ നിങ്ങളുടെ കാസ്റ്റ് വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഈ ഏജ് റിലാക്സേഷനോ അല്ലെങ്കിൽ OBC കാറ്റഗറിക്ക് അഗെയിൻസ്റ്റ് ഉള്ള വേക്കൻസീസോ അപ്ലൈ ചെയ്യുക. ഇനി അതല്ല എങ്കിൽ UR കാറ്റഗറിയിൽ വേണം അപ്ലൈ ചെയ്യാൻ എന്നുള്ള കാര്യവും കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് +2 വിദ്യാഭ്യാസമാണ്. പക്ഷെ +2ന്റെ കൂടെ പെർസെന്റേജ് ഓഫ് മാർക്സ് പറഞ്ഞിട്ടുണ്ട് 50%. 2 ഇയർ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ആണ്. BEd കാര്യമല്ല പറഞ്ഞത്, എലിമെന്ററി എഡ്യൂക്കേഷൻ തന്നെ വേണം. ഇനി അതും അല്ലെങ്കിൽ +2 വിത്ത് 50%, അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഓക്കെ ആണ്. അതേപോലെ ഗ്രാജുവേഷൻ ആണെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞതാണെങ്കിൽ പോലും ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ നിർബന്ധമാണെന്ന് പറയുന്നുണ്ട്. വേറെ കുറച്ച് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കൂടി പറയുന്നുണ്ട് ഈ +2ന്റെ കാര്യത്തിലും അതേപോലെ തന്നെ എലിമെന്ററി എഡ്യൂക്കേഷനും. ആ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കി പോകുന്നത് നല്ലതായിരിക്കും. ഇത് കൂടാതെ CTET പാസ്സായിരിക്കണം എന്നുള്ളതും നിർബന്ധമായി പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സെക്കൻഡറി ലെവലിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, പിന്നെ പറയുന്നത് പഞ്ചാബി ഉറുദു ആണ്, നമുക്കത് ബാധകമല്ലല്ലോ. അപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി പഠിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഠിക്കണം എന്ന് മാത്രമല്ല അത് പാസ്സായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ 50% എന്നുള്ളത് SC/ST കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ അവൈലബിൾ ആണ്. 50% വേണ്ട. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള കാര്യത്തിനാണ്. അതായത് ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു പോസ്റ്റും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂ ഡൽഹി മുനിസിപ്പൽ കൗൺസിലിലെ പ്രൈമറി ടീച്ചേഴ്സ്. അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 തന്നെയാണ്. 12th പാസ് ആയിരിക്കണം. ബട്ട് വിത്ത് 50% ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് 50%ൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും 5% റിലാക്സേഷൻ വരുന്നുണ്ട്. പ്ലസ് അതിന്റെ കൂടെ 2 ഇയേഴ്സ് ഡിപ്ലോമ പറയുന്നുണ്ട്. ഡിപ്ലോമ ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ. ഇത് കൂടാതെ ഡയറ്റും വേറെ 1-2 കോഴ്സസും കൂടി അവർ പറയുന്നുണ്ട് എലിമെന്ററി എഡ്യൂക്കേഷനിൽ. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതി എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം ആ നോട്ടിഫിക്കേഷൻ ഇതല്ലാതെ വേറെ ഏതെങ്കിലും എലിമെന്ററി എഡ്യൂക്കേഷനിലുള്ള കോഴ്സ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ തീർച്ചയായിട്ടും ഒന്ന് വായിച്ചിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ ഹിന്ദി പഠിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഹിന്ദി പഠിച്ചിരിക്കണം, ഹിന്ദി പാസ്സായിരിക്കണം എന്നുള്ള കാര്യം കൂടി അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് 4th പോയിന്റ് എന്ന് പറയുന്നത് CTET പാസ്സായിരിക്കണം. ഇത് ന്യൂ ഡൽഹി മുനിസിപ്പൽ കൗൺസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ 4 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പ്ലസ് ഒരു ഡിസൈറബിൾ എഡ്യൂക്കേഷൻ കൂടി പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ നോളജ് നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ നല്ലത്, ഡിസൈറബിൾ ആണ് എന്നാണ് അവർ പറയുന്നത്. ഈ 2 പോസ്റ്റിനായാലും എക്സ്പീരിയൻസ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പേ ലെവൽ എല്ലാം സെയിം ആണ്. അതേപോലെ തന്നെ ഏജ് ലിമിറ്റും എല്ലാം സെയിം ആണ്. ഇനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു 1 ടൈം രജിസ്ട്രേഷൻ ആണ്. ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു 1 ടൈം പ്രോസസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇതൊരു 1 ടൈം രജിസ്ട്രേഷൻ ആണ്. സോ ഓരോ എക്സാമിനും വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്നില്ല. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് അപ്ലൈ ചെയ്താൽ മാത്രം മതി. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന് മോഡിഫിക്കേഷൻ വിൻഡോ ഒന്നുമില്ല. അപ്ലൈ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മാത്രം രജിസ്റ്റർ ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്, 100 രൂപയാണ്. എന്നാൽ വിമൻ കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും PWBD എക്സ് സർവീസ് മെന്നിനും തന്നെ ഫീസ് ഒന്നും തന്നെ ഇല്ല. ഇനി എക്സാം സ്കീം നോക്കാം. 1 tier എക്സാം ആണ്. ആകെ ഒരു സ്റ്റേജ് ഓഫ് എക്സാം മാത്രമേ പറയുന്നുള്ളൂ. അതൊരു 2 മണിക്കൂറത്തെ എക്സാം ആണ്. 200 ചോദ്യങ്ങളാണ് വരുന്നത്. ആൻഡ് 200ലാണ് മാർക്സ് വരുന്നത്. സോ ടോട്ടൽ മാർക്സ്
മാർക്സ് 200-ലാണ്. 2 സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ എയും സെക്ഷൻ ബി എന്ന് പറയുന്നത്. സെക്ഷൻ എ എന്ന് പറയുന്നത് 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, അരിത്തമാറ്റിക് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, പിന്നെ ഒരു സെക്ഷൻ വരുന്നത് ഹിന്ദി ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ് വരുന്നത്. ഈ ഓരോ സെക്ഷനിൽ നിന്നും, ഈ 5 സെക്ഷനിൽ നിന്നും 20 വീതം ചോദ്യങ്ങളാണ് വരുന്നത്. ആൻഡ് 20 വീതം ചോദ്യത്തിനും ഓരോരോ മാർക്ക് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് എത്ര 100 മാർക്ക് അവിടെ കിട്ടും. സോ 100 മാർക്സ് ആണ് സെക്ഷൻ എ വരുന്നത്. ആൻഡ് സെക്ഷൻ ബി എന്ന് പറയുന്നത് NCTയുടെ കരിക്കുലത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിനകത്ത് ടീച്ചിങ് മെത്തഡോളജി എന്നുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. സോ 100 ചോദ്യങ്ങളും 100 മാർക്കുമാണ് വരുന്നത്. നെഗറ്റീവ് മാർക്സ് ഉണ്ട് കേട്ടോ. 0.25 ആണ്, അതായത് 1/4 ആണ് നെഗറ്റീവ് മാർക്സ് വരുന്നത്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സെക്ഷൻ ബി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം സെക്ഷൻ ബിയിൽ ഒരു മാൻഡേറ്ററി ക്വാളിഫയിങ് മാർക്സ് ഉണ്ടാകും. ആ ക്വാളിഫയിങ് മാർക്സ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു സ്റ്റേജ് ഓഫ് എക്സാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സെക്ഷൻ എയും സെക്ഷൻ ബിന്റെയും അനുസരിച്ചായിരിക്കും ടോട്ടൽ സ്കോർ നോക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാൻ പറയും. പുതിയ റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനി എക്സാം ഡേറ്റിന്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ആകെ പറഞ്ഞിരിക്കുന്നത് ഡൽഹി സർവീസ് സെലക്ഷൻ ബോർഡിന്റെ വെബ്സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക, അതിലൂടെ ഇന്റിമേറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശദമായ നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്.